ഹലോ ഓൾ, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഇനി നമ്മുടെ നീറ്റ് എക്സാമിന് വെറും ദിവസങ്ങളെ ബാക്കിയുള്ളൂ. വളരെ കുറച്ച് ദിവസങ്ങളാണ്. ബട്ട് സ്റ്റിൽ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എത്രയോ കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ പറ്റും, എത്രയോ പുതിയ കാര്യങ്ങൾ ഇനിയും പഠിച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ പറഞ്ഞതിൽ, അതായത് പുതിയ കാര്യങ്ങൾ ഇനിയും പഠിക്കുന്നതിനേക്കാൾ ഒബ്വിയസ്ലി നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഇനിയും റിവൈസ് ചെയ്ത് പോകേണ്ടതാണ്. ആൻഡ് ഇനി ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒരുപാട് സ്റ്റഡി പ്ലാൻസും റിവിഷൻ പ്ലാൻസും ഒക്കെ കാണുന്നുണ്ടാവും. ആൻഡ് നിങ്ങൾ തന്നെ സ്വയമായിട്ട് ഉണ്ടാക്കുന്ന ഓരോ സ്റ്റഡി പ്ലാൻസ് ഉണ്ട്. അപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകണം. അതായത് നിങ്ങൾ ഒരു ദിവസം ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി ഒരു 2 ദിവസം അങ്ങനെ പഠിച്ചു പോയി, പിന്നെ അത് വർക്കൗട്ട് ആവുന്നില്ല, അല്ലെങ്കിൽ അതിൽ പഠിച്ച ചാപ്റ്റേഴ്സ് ഒന്നും എനിക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എഗെയിൻ പുതിയൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി പിന്നെയും ആദ്യം പഠിച്ച ചാപ്റ്റേഴ്സ് തന്നെ എടുത്തു. അങ്ങനെ ഒരു കൃത്യതയോടെ അല്ല നിങ്ങളുടെ പഠനം പോകുന്നതെങ്കിൽ നിങ്ങൾ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളെ മുന്നിലുള്ളൂ. അപ്പോൾ അത്രയും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് എല്ലാം റിവൈസ് ചെയ്ത് പോകണം. അപ്പം ഒരിക്കലും നമുക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും പഠിച്ചു പോകാനോ റിവൈസ് ചെയ്തു പോകാനോ പറ്റില്ല. കാരണം ഒന്നാമത് നമ്മുടെ മുന്നിൽ സമയമില്ല. നമുക്ക് പെർഫെക്ഷനിസം അല്ലെങ്കിൽ ഈ ഓവർ പെർഫെക്ഷൻ ആയിരിക്കുക എന്നുള്ള ആ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ നിന്ന് എടുത്ത് കളയാം. ഞാൻ നേരിട്ടൊരു പ്രശ്നമായിരുന്നത്, ഞാൻ ഭയങ്കര പെർഫെക്ഷൻ അങ്ങനെ വരുത്തി പഠിക്കണം, ഒരു പെർഫെക്ഷനിസ്റ്റ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരാളായിരുന്നു പഠിക്കുന്നതിൻ്റെ കാര്യത്തിൽ. അപ്പം എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഒരു മനസ്സിലാവാത്തതുണ്ടെങ്കിൽ എനിക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാനൊക്കെ ഭയങ്കര ഒരു ഇടങ്ങാറായിരുന്നു. എനിക്കത് ക്ലിയർ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചാലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം ഞാനിപ്പം കുറേ സ്റ്റഡി പ്ലാൻസ് ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു ദിവസം ഉണ്ടാക്കും, അതിൽ എന്തെങ്കിലും ഒരു തോന്നിയാൽ ഞാൻ പിന്നെയും ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെയും സ്റ്റഡി പ്ലാൻസ് ഉണ്ടാക്കും. അപ്പം അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ഇനീഷ്യലി ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റഡി പ്ലാൻ എന്താണോ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകണമെന്ന് അതെനിക്ക് നിങ്ങളുടെ അടുത്ത് സീരിയസ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യമാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇനി 16 ദിവസങ്ങളേ ഉള്ളൂ. ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച, ഒരു 1 വീക്കിൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ നീറ്റ് എക്സാമിന്. അപ്പോൾ ആ ഒരു ലാസ്റ്റ് 1 വീക്കിൽ നിങ്ങൾ എന്തിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സബ്ജക്റ്റ് ഒബ്വിയസ്ലി ഇറ്റ്സ് ബയോളജി. ബയോളജിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആ ഒരു ദിവസങ്ങളാണ് നീറ്റ് എക്സാമിൻ്റെ ഒരു ലാസ്റ്റ് 10 ഡേയ്സ് അല്ലെങ്കിൽ ലാസ്റ്റ് 1 വീക്ക് എന്ന് പറയുന്നത്. നല്ലോണം ബയോളജി ചാപ്റ്റേഴ്സ് ഇങ്ങനെ റിവൈസ് ചെയ്യുക. ആ ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ഒരു 2 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ 2-3 പ്രാവശ്യമൊക്കെ ബയോളജിയുടെ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. അത് നിങ്ങൾക്ക് ഒരുപാട് നല്ലത് ചെയ്യും എക്സാം സമയത്ത്. കാരണം നമ്മൾ ഫിസിക്സൊക്കെ ഡെയിലി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെയും, അല്ലെങ്കിൽ ഇങ്ങനെ ഇക്വേഷൻ ബുക്ക്, ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിരുന്നു ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കിയിട്ട് ഡെയിലി വായിക്കാൻ. അപ്പോൾ അതൊക്കെ ഓൾറെഡി വായിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഫിസിക്സ് ഒന്നും ഓർത്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ബയോളജിക്കും കെമിസ്ട്രിക്കൊക്കെ ഈ തിയറിറ്റിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ പലപ്പോഴും നമ്മൾ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. കാരണം നമുക്ക് എപ്പോഴും മാർക്ക് കുറയുന്നത് ഫിസിക്സിനാണെങ്കിൽ നമ്മൾ ഫിസിക്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കും. പക്ഷെ ബയോളജീൻ്റെ ഒക്കെ ഒരു വില കുറച്ച് കണ്ടിട്ട് ലാസ്റ്റ് എക്സാമിന് പലർക്കും പറ്റിയതാണ്. ഇപ്പം ഞാൻ നീറ്റ് എഴുതുന്ന സമയത്തൊക്കെ കുറേ കുട്ടികൾക്ക് ബയോളജി നല്ല ഡിഫിക്കൽട്ടായിരുന്നു. ബയോളജിക്ക് ആ ഒരു ഇനഫ് ഫോക്കസ് കൊടുക്കാത്തത് കൊണ്ട് വന്നൊരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഫ്യൂ ഡേയ്സിൽ ബയോളജി ചാപ്റ്റേഴ്സ് നന്നായിട്ട് റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സും, പിന്നെ ഡെയിലി ഇക്വേഷൻ ബുക്ക്, ഫിസിക്സും ഫിസിക്കൽ കെമിസ്ട്രിയും ഇക്വേഷൻ ബുക്ക് വായിച്ചു പോവുക. പറ്റുമെങ്കിൽ നീറ്റ് എക്സാമിൻ്റെ തലേന്ന് വരെ, ഞാൻ നീറ്റ് എക്സാമിൻ്റെ തലേന്ന് ചെയ്തിരുന്നില്ല, അതിൻ്റെ തൊട്ട് തലേന്ന് വരെ, അതായത് നീറ്റ് എക്സാമിൻ്റെ 2 ഡേയ്സ് ബാക്കാണ്, അതുവരെ ഞാൻ ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് വെച്ച് എഴുതിയായിരുന്നു. അപ്പം അങ്ങനെ നിങ്ങൾ എഴുതണം. കാരണം മോക്ക് ടെസ്റ്റ് എഴുതുന്നത് ആൻഡ് മോക്ക് ടെസ്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം അത് നല്ല ഇലാബറേറ്റ് ആയിട്ട് നല്ല വൃത്തിക്ക് ഡെപ്തിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുന്നത്, അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നീറ്റ് എക്സാമിൻ്റെ തലേന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, തലേന്നത്തെ ദിവസം നിങ്ങളെ ലൈഫിൽ ഏറ്റവും കൂളായിരിക്കേണ്ട ഒരു ദിവസമാണ് നീറ്റ് എക്സാമിൻ്റെ തലേന്നത്തെ ദിവസം. എനിക്കറിയാം സ്റ്റിൽ 300സിലും 400സിലൊക്കെ നിൽക്കുന്ന കുട്ടിക്ക് എത്രയൊക്കെ നമ്മൾ കൂളാവാൻ പറഞ്ഞാലും ഉള്ളിൽ ടെൻഷനായിരിക്കും. കാരണം അത്രയും പൈസ കൊടുത്തിട്ടായിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവുക, അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അത്രയും പേര് മേ ബി നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടാവും. മേ ബി സൂപ്പർ റിപ്പീറ്ററൊക്കെ ആണെങ്കിൽ നിനക്ക് ഇനിയും മതിയായിട്ടില്ലേ, നിനക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോകരുതെന്നൊക്കെ പറഞ്ഞവരുണ്ടാവും. എനിക്കറിയാം അത്ര സ്ട്രെസ് ഉണ്ടാവുന്നു. പക്ഷേ ആ സ്ട്രെസ്സ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ളൊരു വില്ലനാണെന്ന് മനസ്സിലാക്കുക. ഒരിക്കലും ഈ സ്ട്രെസ്സ് കാരണം നിങ്ങൾക്കൊന്നും നേടാൻ പറ്റില്ല, മറിച്ച് ഈ സ്ട്രെസ്സ് നിങ്ങളുടെ മാർക്സ് കുറയ്ക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നീറ്റ് എക്സാമിൻ്റെ തലേന്ന് നമുക്കൊരു സ്ട്രെസ്സ് വരുന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ നിങ്ങൾ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുക.
മാക്സിമം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഒന്നിങ്ങനെ സംസാരിച്ച് മൈൻഡൊക്കെ കൂളാക്കാൻ നോക്കുക. ഞാൻ നീറ്റ് എക്സാമിൻ്റെ തലേന്ന് ചെയ്തിരുന്നത് എൻ്റെ ഇപ്പം ക്ലോസ് ഫാമിലി മെമ്പേഴ്സ്, അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സ്, ഇവരെയൊക്കെ ഞാൻ ഫോണിൽ ഇങ്ങനെ വിളിച്ചു. ഇപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിൽ ടീച്ചറെ അല്ലെങ്കിൽ മാഷെ എനിക്ക് നാളെ നീറ്റ് എക്സാം ആണ് പ്രാർത്ഥിക്കണേന്നൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അവരുടെ ഒരു ബ്ലെസ്സിങ്സ് ഞാൻ മേടിച്ചായിരുന്നു. എനിക്കത് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തന്നിരുന്നു. അവരൊക്കെ ആ മോളെ നന്നായി എഴുതുന്നൊക്കെ പറയുമ്പം നമുക്ക് ഫീൽ ചെയ്യുന്നൊരു സന്തോഷമില്ലേ, അതൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോ, ഒരുപാട് സന്തോഷം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ. പിന്നെ നീറ്റ് എക്സാമിൻ്റെ തലേന്ന് പറ്റുമെങ്കിൽ ഫിസിക്സിലൊക്കെ ഇക്വേഷൻസ് ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് നോക്കുക. ബയോളജിക്ക് ഒന്നിങ്ങനെ പാസീവായിട്ട് ഇങ്ങനെ പഠിക്കുക. ഭയങ്കര മൈൻഡിന് സ്ട്രെസ് കൊടുക്കുന്ന രീതിക്ക് ഒന്നും പഠിക്കാതിരിക്കുക. പകരം ഭയങ്കര സ്മൂത്തായി ഭയങ്കര കാമായിട്ടിരുന്ന് പഠിക്കുക, നല്ല കൂളായിട്ടിരിക്കുക. പിന്നെ നീറ്റ് എക്സാമിൻ്റെ തലേ ദിവസം നന്നായിട്ട് ഉറങ്ങുക, ഒരു 8 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ ഉറങ്ങാൻ നോക്കുക. പിന്നെ പിറ്റേ ദിവസം നല്ല അടിപൊളിയായിട്ട് പോയിട്ട് എക്സാം എഴുതുക. എക്സാം ഹോളിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സാം എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേറെ വീഡിയോസിൽ കാണാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ടാറ്റ.